NABHൻ്റെ മനോഹരമായ വിശദീകരണങ്ങളിൽ അനുഗ്രഹീതമായ ഒരു ശൈലി പ്രയോഗിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷൻ നമ്മൾ ഫാർമസിയിൽ മരുന്നുകൾ എങ്ങനെ സൂക്ഷിക്കണം, ഫോർമുലറി എങ്ങനെ ഉണ്ടാക്കണം, പ്രിസ്ക്രിപ്ഷൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൃത്യമായിട്ട് ഡിസ്പെൻസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓർഡറിൽ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞ് MOM 8 സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ നമുക്കറിയാം മൊത്തം 11 സ്റ്റാൻഡേർഡുകളുടെ ഒരു ചാപ്റ്ററാണിത്. അതിൽ 8 സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ പേഷ്യൻസ് ആർ മോണിറ്റേർഡ് ആഫ്റ്റർ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുക. നമ്മൾ മരുന്ന് കൊടുത്തിട്ടിങ്ങ് പോരുന്നതിന് ശേഷം ആ പേഷ്യൻ്റ് എന്ത് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായി മോണിറ്റർ ചെയ്യണം. കാരണം നമ്മൾ നല്ലത് നടക്കാനാണ് മരുന്ന് കൊടുക്കുന്നത്. നല്ലതെന്ന് കരുതി കഴിക്കുന്ന ആഹാരം കുറച്ച് കഴിയുമ്പോൾ നല്ലതല്ലാത്തത് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥത ഉണ്ടാവില്ലല്ലോ നമുക്ക്. പിന്നെ അതിനെ എങ്ങനെ പുറത്ത് കളയാമെന്നും പറഞ്ഞിട്ട് ഓടി നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷേ മരുന്നുകൾ അത്തരത്തിൽ ആഹാരം കഴിച്ചുണ്ടായ പ്രശ്നത്തെ പുറത്ത് കളയുന്ന എത്ര പെട്ടെന്ന് പുറത്ത് കളയാൻ പറ്റാത്തത് കൊണ്ട് പേഷ്യൻറ്റിന് എന്ത് സംഭവിക്കുന്നുവെന്ന് കൃത്യമായി നമുക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയണം. 8 സ്റ്റാൻഡേർഡ് മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷനിൽ പേഷ്യൻറ്റിൻ്റെ മോണിറ്ററിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ മോണിറ്ററിങ് എന്ന് പറയുമ്പോൾ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ പേഷ്യൻറ്റിന് ഏതെങ്കിലും വിധത്തിൽ അഡ്വാൻറ്റേജ് ഉണ്ടായി ഇനി അത്രയും ഡോസ് മരുന്ന് വേണ്ട എന്ന് തീരുമാനിക്കാൻ ആ മോണിറ്ററിങ് യൂസ്ഫുള്ളാണ്. അതേസമയം ഈ മരുന്ന് കൊടുത്താൽ അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാകുന്നു എന്നതുകൊണ്ട് ആ മെഡിസിൻ്റെ ഡോസ് കുറയ്ക്കാനോ നിർത്താനോ ഈ മോണിറ്ററിങ് ആവശ്യമാണ്. ഇപ്പോൾ മോണിറ്ററിങ് എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ് റിയാക്ഷൻസ് മെഡിക്കേഷൻ എറർ മാത്രം മനസ്സിലാക്കാനുള്ളതല്ല. ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അമിതമായി ഇനി ആ മരുന്ന് വേണ്ട എന്ന് തീരുമാനിക്കാനും ഈ മരുന്നിൻ്റെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ ഈ മോണിറ്ററിങ് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് നിയർ മിസ്സസ് കേസസും മെഡിസിൻ എറർ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസും ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവണം. നമ്മുടെ ഗ്രേപ്സിൽ BSAയിൽ നമുക്കത് കാണാൻ പറ്റും, അല്ലാതെ ഡെസ്ക്ടോപ്പിലും അതുണ്ട്. എല്ലാ മെഡിക്കേഷൻ എററുകളും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വർക്ക് ചെയ്യിപ്പിക്കാൻ ഈ മോണിറ്ററിങ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആ നിയർ മിസ് തുടങ്ങി അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ വരെയുള്ള കാര്യങ്ങൾ ഒരു സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൻ്റെ ഇൻഫർമേഷൻസിനെ എടുത്ത് ആ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ തുടങ്ങി നിയർ മിസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻറ്റേർണലി അനലൈസ് ചെയ്യണം. അങ്ങനെ അനലൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് എടുക്കണം. ഇത്രയും ചേർന്ന 6 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ 6 നമുക്ക് വേണ്ടുന്നതാണ്. മൂന്നാമത്തെ ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് 5 കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളും ചേർന്ന് 6 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ വളരെ കൃത്യമായി മെഡിക്കേഷന് ശേഷം പേഷ്യൻറ്റിനെ ഉപേക്ഷിച്ച് പോകല്ലേ, നോക്കണേ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ശ്രദ്ധിക്കണേ. അതനുസരിച്ചാണ് അടുത്ത സ്റ്റെപ്പുകൾ ചെയ്യേണ്ടത്. എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ അതിനെ അനലൈസ് ചെയ്യണം, കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് എടുക്കണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ 8 സ്റ്റാൻഡേർഡിൽ പേഷ്യൻസ് ആർ മോണിറ്റേർഡ് ആഫ്റ്റർ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ.